നമസ്കാരം. എൻ്റെ പേര് സുധീർ കളരിക്കൽ. ഞാൻ തൃശ്ശൂർ പേരൂരിലെ കൊട്ടേക്കാട് ദേശത്ത് ശക്തൻ തമ്പുരാൻ്റെ പടനായകൻ കൊട്ടേക്കാട്ട് മാമുണ്ണി തണ്ടാൻ്റെ കളരിയിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ തലമുറയിലെ 7ാമത്തെ തലമുറയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഈ ക്ഷേത്രത്തെപ്പറ്റിയും ഈ നാടിനെ പറ്റിയും ഈ കളരി എന്താണെന്നും കൃത്യമായ രീതിയിൽ എന്നോട് ഈ അധികാരികൾ ചോദിച്ചപ്പോൾ അത് കൃത്യമായ രീതിയിൽ ഞാൻ അതിന് വേണ്ട ഉത്തരം തരികയാണ്. കാരണം കൊച്ചി രാജാവിൻ്റെ പടനായകൻ ഇവിടെ നമ്മൾ ഇന്ന് നവോത്ഥാനം പറയുന്നുണ്ടെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കൊച്ചി രാജാവായ ശക്തൻ തമ്പുരാനും ശക്തൻ തമ്പുരാൻ്റെ പടത്തലവനായ കൊട്ടേക്കാട്ട് മാമുണ്ണി തണ്ടാനും ഒറ്റ തോഴന്മാരായിട്ട് ജീവിച്ച് മനുഷ്യർക്ക് ഒരു സന്ദേശം കൊടുത്തവരാണ്. മൺമറഞ്ഞു പോയ ഇവരുടെ ഈ ചരിത്രം മൂടപ്പെട്ട ചരിത്രമാണ്. ഇന്ന് ഇങ്ങനെയുള്ള ചാനലുകളിലൂടെയും അതുപോലെ ഇതിൻ്റെ ഐതിഹ്യങ്ങളായ പുസ്തകങ്ങളിലൂടെയും ഇന്ന് അനവധി പേർക്ക് അറിയാമെന്നുണ്ടെങ്കിലും ഈ ദേശത്ത് അനവധി സ്വത്തുക്കളും അധികാരങ്ങളും കൊടുത്ത് ഈ സാധാരണ പ്രജകൾക്ക് തുല്യനീതിയും ധർമ്മവും വേണമെന്ന് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. 350 വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചി രാജാവ് ശക്തൻ തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ പടത്തലവനായ മാമുണ്ണി തണ്ടാനും കൂടി ഇവിടെ ജാതി വ്യവസ്ഥയോ അല്ലെങ്കിൽ മതവ്യവസ്ഥയോ ദുരാചാരങ്ങളോ ഒന്നും തന്നെ നമ്മുടെ പ്രദേശത്തുണ്ടായിരുന്നില്ല. കാരണം അവർ നീതിമാന്മാരായിരുന്നു. ആരെയും കൃത്യമായ രീതി കർമ്മങ്ങളിലൂടെയും അതുപോലെ തന്നെ സനാതന ധർമ്മത്തിലൂടെയും സത്യസന്ധമായി ഒരു രാജാവിൻ്റെ കർത്തവ്യം നിർവഹിക്കാൻ പടനായകൻ ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. തൃശ്ശൂരിൽ തന്നെ തൃശ്ശൂർ തേക്കിൻകാട് വെട്ടിത്തെളിപ്പിച്ച് ആ പട്ടണം പുനരുജ്ജീവിപ്പിച്ചപ്പോൾ അവിടെ നിർത്തിയ പട്ടാളത്തിൻ്റെ നായകത്വം കൊട്ടേക്കാട് തണ്ടാൻ തന്നെയായിരുന്നു. അത് കൃത്യമായ രീതിയിൽ സി കേശവൻ്റെ ജീവിത സമരം എന്ന പുസ്തകത്തിലും ഐതിഹ്യമാലയിലും ഒക്കെ പരാമർശിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഈ മൂടപ്പെട്ട ചരിത്രം ഇന്നും അറിയപ്പെടാതെ പോയി. പക്ഷേ ഇന്നും ഈ പ്രദേശത്തുള്ള എല്ലാ കുടുംബങ്ങളിലും എല്ലാ നാട്ടിലുള്ള ജനങ്ങൾക്കും അറിയാം കൊട്ടേക്കാട്ട് തണ്ടാൻ്റെ കളരി ശക്തൻ്റെ പടനായകൻ യോദ്ധാവായ ധീരനായ ഒരു പടത്തലവൻ തന്നെയായിരുന്നു. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ഈ നാടും ഈ പ്രദേശവും എല്ലാം തകർന്ന് അന്നത്തെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഒരു രാജാവിനെ എങ്ങനെയൊക്കെ നമ്മൾ തളർത്താം എന്ന് ബ്രിട്ടീഷ് കുതന്ത്രങ്ങൾക്ക് മുന്നിൽ പതറാതെ പോരാടിയ 2 ആത്മാക്കളാണ് ഇന്നിവിടെ ഈ കളരിയിൽ കുടികൊള്ളിച്ചിട്ടുള്ളത്. ഇന്ന് ഒരു രാജാവിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ശക്തൻ തമ്പുരാനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഈ 9 ഗ്രാമങ്ങളും ഈ കളരിയിൽ വന്ന് തൊഴുത് ആ രാജാവിൻ്റെ അനുഗ്രഹം വാങ്ങി പോകുന്നുണ്ട്. ശക്തൻ തമ്പുരാനെ കുടികൊള്ളിച്ച ലോകത്തിലെ തന്നെ ഏക ക്ഷേത്രമാണ് ഈ കളരി. ഈ കളരിയിൽ പറയുന്ന 4448 കരുക്കൾ എന്ന് പറയാം. ഒരു കരു എന്ന് പറയുമ്പോൾ ഒരു മുത്തച്ഛൻ അല്ലെങ്കിൽ ഒരു പടത്തലവൻ അല്ലെങ്കിൽ പടത്തലവൻ്റെ അനുയായി, അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെ 1000 പട്ടാളമുണ്ടാവും. അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും കൂട്ടിയോജിച്ച് ഒരു കളരിയെ ആസ്ഥാനമാക്കി യോദ്ധാക്കളെ വാർത്തെടുത്ത ഒരു കളരിയായിരുന്നു കൊട്ടേക്കാട്ട് തണ്ടാൻ്റെ കളരി. അന്നത്തെ തൃശ്ശൂർ പട്ടണം പുനരുജ്ജീവിപ്പിച്ചതിന് ശേഷം ഒരുപാട് ആക്രമണങ്ങളും അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയുടെ പേരിലും ഈ കളരിയെ നശിപ്പിക്കുകയും ശക്തൻ തമ്പുരാൻ്റെ ദേഹവിയോഗത്തിന് ശേഷം ഈ പടത്തലവനെ പിടിച്ചുകെട്ടാനും ഈ കളരികളെ ഉന്മൂലനം ചെയ്യാൻ ബ്രിട്ടീഷ് കുതന്ത്രം നടത്തിയപ്പോൾ കളരികളെല്ലാം ഇവിടെ വേണ്ട, കളരികളുണ്ടായാൽ ഇവിടെ വീണ്ടും ചാവേറുകൾ ഉത്ഭവിക്കപ്പെടും, അവരുണ്ടെങ്കിൽ ഈ രാജാക്കന്മാർക്ക് വീണ്ടും ബലമുണ്ടാവും എന്ന് പറഞ്ഞ് ഈ രാജാവിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം ഈ പടത്തലവനെ പിടിച്ചു കെട്ടാനായിരുന്നു പട്ടാളത്തലവന്മാർ ബ്രിട്ടീഷുകാർ ശ്രമിച്ചിരുന്നത്. പക്ഷേ സാധിച്ചില്ല. അത് കാരണം അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. അതെല്ലാം ചരിത്രങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഇനിയും എല്ലാ സമൂഹത്തിലേക്ക് എത്തും. ഈ ക്ഷേത്രം കൊണ്ട് സമൂഹത്തിന് ഉപകാരമുണ്ടാവണം. അന്ന് പറഞ്ഞു വെച്ച ഈ പടത്തലവനും ഈ രാജാവും ചെയ്ത ആ തുല്യനീതി, തുല്യകർമ്മങ്ങൾ, എല്ലാവർക്കും സൽക്കർമ്മങ്ങളും അനുഭവങ്ങളും കർമ്മത്തിലൂടെ ഉയരണം. എല്ലാവരും യോദ്ധാക്കളെപ്പോലെ ജീവിക്കണം. കുടുംബങ്ങൾ എങ്ങനെ കർമ്മത്തിലൂടെ ജീവിക്കാമെന്ന് നമുക്ക് കാണിച്ചു തന്ന 2 ആത്മാക്കളാണ് നമ്മുടെ രാജാവും നമ്മുടെ പടത്തലവനും. അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ ജനിക്കാൻ എനിക്ക് സാധിച്ചതിൽ വളരെ സന്തോഷം. ഞാൻ ആ ഒരു പരമ്പരയിൽപ്പെട്ടതിന് ജഗദീശ്വരനോട് നന്ദി പറയുകയാണ്. ഇത്രമാത്രമേ എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളൂ.